ഹായ് എല്ലാവർക്കും രാഗാസ് കിച്ചൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോണത് മലമ്പുഴ ഡാമാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കിച്ചൺ വീഡിയോ ഒന്നല്ല, മലമ്പുഴ ഡാമിലത്തെ വിശേഷങ്ങളും പോണ വഴിക്കുള്ള കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ മലമ്പുഴ എത്തിയിട്ടാ. ഇതാണ് നമ്മൾ മലമ്പുഴ ഡാമിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. നമ്മൾ കടന്നു വരുമ്പോ തന്നെ കണ്ട ഒരു ചെറിയൊരു വഞ്ചി ഇട്ടിട്ടാണ് തീവണ്ടി പോവാനുള്ള റെയിൽ പാളാണ് കേട്ടത്. അത് പോണില്ലേ, ഇപ്പൊ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ടോയ് ആയിട്ട് വെച്ചിട്ടാണ്. നമുക്ക് കടന്നു വരുമ്പോ തന്നെ നമുക്ക് എവിടേക്കൊക്കെ പോകേണ്ടതെന്നുള്ള സൈൻ ബോർഡ് അവിടെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള കുട്ടികളുടെ പാർക്ക് കേട്ടാ. അപ്പൊ കുറെ കുട്ടികൾ ഇവിടെ കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു ടോയ് വണ്ടി തീവണ്ടി എടുക്കുന്നുണ്ട് കേട്ടാ. ബോച്ച ഉണ്ടാക്കിയേക്കണതാണ് കേട്ടോ ഒരു പാർക്ക്. ബോച്ചെ ലൗണ്ടൈന്ന് അവിടെ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് കളിക്കാനുള്ളതൊന്നും ഇട്ടുണ്ട്, പക്ഷെ ഇവിടെ ആരും അത് പൂട്ടിയിട്ടേക്കാം. അതെ, ഡാം നിറഞ്ഞ് കവിഞ്ഞ് ഇതേ 4 ഷട്ടറും തുറന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് വെള്ളം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് നമ്മൾ ഇവിടെ വന്ന് 32 കൊല്ലത്തിന് ശേഷം വീണ്ടും ഞാനും മോനെണ്ണും ഒറ്റയ്ക്ക് വീണ്ടും ഞങ്ങളുടെ ആദ്യത്തെ ഹണിമൂൺ ട്രിപ്പ് മലമ്പുഴയ്ക്കാവുന്നു. ഇത് വരുന്നത് മെമ്മറി പില്ലറാണ്. എന്താണ് അതിൻ്റെ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. മലമ്പുഴ ഡാമിലത്തെ വെള്ളമാണ് കാണുന്നത്. നമ്മളെ ഒരു സ്റ്റെപ്പ് കയറി വന്നപ്പോഴേ ഭയങ്കര കടപ്പായി. നമ്മളിതേ മുകളില് അണക്കെട്ടിന്റെ മുകളിലാണ് നിന്നിട്ടുള്ള വ്യൂ ആണ് ഈ കാണുന്നത് കേട്ടോ. ഡാമിന്റെ മുകളിൽ കൂടെ നമ്മൾ നടന്നു പോവാണ്. വേണ്ടാ ഹായ്. അപ്പൊ നമ്മള് ഇവിടെ നിന്നിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. താഴെ നോക്കുമ്പോ കാണാനായിട്ട് നല്ല മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. നമ്മുടെ അണക്കെട്ടിലത്തെ വെള്ളം തന്നെയാണ് ഇപ്പോഴും ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് കാണുന്നത് എന്താ, മലമ്പുഴയുടെ ചുറ്റുമുള്ള പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് കാണുന്നത്. അതിൻ്റെ ഇടയിൽ മോനട്ട വീടൊക്കെ എടുത്തിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പാനിയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടും താഴെ പുല്ലൊക്കെ. നമ്മുടെ നേരെ കാണുന്നത് തൂക്കുപാലാണ്. തൂക്കുപാലത്തിൻ്റെ അവിടേക്ക് കടന്നു പോണ സൈഡിലാണ് നമ്മുടെ വെള്ളച്ചാട്ടം, അതായത് ഡാം തുറന്നിട്ടുണ്ട്. നമ്മൾ തൂക്കുപാലത്തുമ്പോൾ വെള്ളം ചാടുന്നതാണ് എടുത്തേക്കണത് കേട്ടോ. നമ്മൾ നൂൽപ്പാലത്തുമ്മ കയറിയപ്പോൾ ചെറിയൊരു ആട്ടമൊക്കെ ഉണ്ടാവും ചോദിച്ചു, പക്ഷെ ഒന്നും ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ അതിൻ്റെ താഴെ ഞങ്ങൾ കുറച്ച് കടന്ന് ഇത് ചവിട്ടൊക്കെ ഇറങ്ങി വന്നപ്പോൾ അവിടെ നിന്ന് സ്പിൽവേയും കൂടെ വെള്ളം വിടണം. ഇത് വെള്ളമില്ല കേട്ടോ, ബോട്ടിങ്ങിൻ്റെ ഉള്ളതാണ്. അപ്പം നമ്മൾ ചുറ്റുവട്ടത്തെ കാഴ്ച കണ്ടപ്പോഴാണ് കാനായി കുഞ്ഞുരാമനുണ്ടാക്കിയ മലമ്പുഴ യക്ഷിയുടെ പ്രതിമ കണ്ടത്. അപ്പോൾ നമ്മൾ അതിൻ്റെ അടുത്തൊക്കെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കാനൊക്കെ നിന്നു പോയിട്ടിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബോട്ട് ടിക്കറ്റ് കൗണ്ടറാണ്. ഇപ്പോൾ അവിടെ ബോട്ടിങ് ഇപ്പോൾ നടക്കണില്ല. ഡാമിൽ വെള്ളം വിട്ടത് കൊണ്ട് ബോട്ടിങ് ഇപ്പോൾ താൽക്കാലികമായിട്ട് നിർത്തി വെച്ചാൽ നിന്നു. അപ്പോൾ അതായത് നമ്മൾ വരുമ്പോൾ അവിടെ നിന്ന് നല്ല വെള്ളച്ചാട്ടാട്ടാം. ആ വെള്ളം തുറന്ന് വിട്ടതിന് വരുന്ന വെള്ളത്തിൻ്റെ കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല ശക്തിയിൽ തന്നെയാണ് ആ വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കവിടെ കണ്ടപ്പോൾ ഒരു വലിയൊരു പേരാലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ അത്യാവശ്യത്തിന് കുറേശ്ശെ പഴങ്ങളൊക്കെ പഴുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. കുറേ താഴെ വീണും ചെതറി കിടക്കുന്നുണ്ടായിരുന്നു. ഞാൻ പരമാവധി എൻ്റെ ഇതിൽ ഞാൻ സൂം ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്.
റോപ്പ് വേലിക്ക് നമ്മുടെ റോപ്പ് വേലിക്ക് കയറാനുള്ള ടിക്കറ്റിന്റെ റേറ്റ് ആണ്. ഒരാൾക്ക് 30 രൂപയാണ്. നമ്മുടെ റോപ്പ് വേലിക്ക് എനിക്ക് കയറാനുള്ള ടിക്കറ്റ് ആണ് ഒരാൾക്ക് 71 രൂപയാണ്. അപ്പൊ നമ്മുടെ റോപ്പയുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് ഞങ്ങളുടെ. നമ്മൾ റോപ്പയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. പേടിയൊന്നുമില്ല. ഇല്ല ഫസ്റ്റ് ആണ് ഞാനും മോനെണ്ണും. അപ്പൊ ഒന്ന് നമ്മൾ കേറി കഴിഞ്ഞാലല്ലേ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് നമ്മൾ പോകുമ്പോ എന്താവും എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അതിനാൽ പെട്ടെന്ന് കേറാൻ പറഞ്ഞപ്പോ ഇതിങ്ങനെ വന്നോണ്ടിരിക്കാണ്. അപ്പൊ കേറാൻ പറഞ്ഞപ്പോ പെട്ടെന്നൊരു ഭയം. അതുള്ളൂ. ഇപ്പൊ വരും 20 മിനിറ്റ് ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരാൻ. അപ്പൊ നമ്മള് പോയിക്കൊണ്ടിരിക്കാണ്. അപ്പൊ നമ്മുടെ താഴെയുള്ള വ്യൂ ആണ്. അപ്പൊ ഓരോരുത്തരെ നിർത്തുമ്പോ നമുക്കൊരു ഇടയ്ക്കൊരു കുലുക്കും നിക്കലുണ്ടാവും. അവനെ എഴുതി കാണിച്ചിട്ടുണ്ട് അവിടെ. ടിക്കറ്റ് പ്രൈസ് 71 രൂപയാട്ടോ ഒരാൾക്ക്. നമ്മള് നേരത്തെ കാണിച്ച വെള്ളംചാട്ടാണ് ഈ കാണുന്നത് അകത്ത്. നമ്മുടെ മോനന്റെ കാലാണ് കാണുന്നത്. അപ്പൊ നമ്മുടെ നോക്കിയപ്പോൾ ഇങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ എമർജൻസി ഫോൺ നമ്പർ വരെ അവര് റേഡ് ചെയ്തിട്ടുണ്ട്. നമ്മള് അക്വേറിയം കോംപ്ലക്സിന്റെ ഉള്ളിൽ വന്നിക്കണം മലമ്പുഴ ചേട്ടാ. അക്വേറിയത്തിൽ ഞങ്ങൾ കയറാൻ പോട്ടാ. ടിക്കറ്റ് പ്രൈസ് എത്രയാണെന്ന് അറിയില്ല. ടിക്കറ്റിന്റെ പ്രൈസ് ആണ് ഇത് എഴുതിയേക്കണത് കേട്ടാ. അക്വേറിയക്ക് നമ്മൾ ആദ്യം കിടക്കണത് ഈ ഏരോ പാർക്ക് കൊടുത്താൽ ഈ ബെൽഡിങ്ങിനെ മോളിക്കാണ്. അതിന് ശേഷം വേണം നമ്മളത് ഈ മീനിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ. അത് മേലിനോട്ടി ഓരോ മീനിന്റെ പേരിലും അവരുടെ അടിയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കുട്ടിയാറ് ശബ്ദം കയറും പുറത്ത്.
അപ്പോൾ എൻ്റെ മലമ്പുഴ ഡാമിൻ്റെയും അതുപോലെ അക്വേറിയത്തിൻ്റെ ഒക്കെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടണവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടൺ അടിക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഓൾ എന്നുള്ള ബട്ടൺ കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയും ടാറ്റ ബൈ ബൈ.